പഴയതുപോലെ സ്വർണ്ണവില വീണ്ടും ഉയരാൻ സാധ്യതയെന്ന് വിപണി വിദഗ്ധർ പറയുന്നു. അതിനാൽ ഇപ്പോൾ ആഭരണങ്ങൾ വിൽക്കുന്നത് ഭാവിയിൽ ദോഷം ചെയ്യും. കാരണം വില 2 ലക്ഷം വരെ ഉയരാം. ഈയിടെയായി സമാനതകളില്ലാത്ത ചാഞ്ചാട്ടമാണ് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലയിൽ കാണുന്നത്. സർവകാല റെക്കോർഡിലേക്ക് വില ഉയർന്നതിന് പിന്നാലെ സ്വർണവും വെള്ളിയും കുത്തനെ ഇടിയുന്ന കാഴ്ചയും കണ്ടു. എന്നാൽ ആശ്വസിക്കാൻ വരട്ടെ, ഇനിയും വില കുത്തനെ കയറുമെന്ന് തന്നെയാണ് വ്യാപാരികളും സ്വർണ്ണ വിദഗ്ധരും പറയുന്നത്. എന്നാൽ ലോഹങ്ങൾക്ക് വില ഇനിയും ഇടിയുമെന്ന് ആശങ്ക ഉള്ളതുകൊണ്ട് തന്നെ കയ്യിലുള്ള സ്വർണം വിൽക്കാനിപ്പോൾ തകൃതിയായി ആളുകൾ എത്തുകയാണ്. വിപണിയിലെ വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഇത് ശരിയായ തീരുമാനമല്ല എന്നാണ്. കാരണം വില കുറയുമ്പോൾ സ്വർണം വാങ്ങാൻ മാത്രമല്ല, പഴയ സ്വർണം വിൽക്കാനും സ്വർണ്ണക്കടയിൽ വലിയ തിരക്കാണ്. സ്വർണത്തിന്റെ വില വർദ്ധിക്കുമ്പോഴാണ് പഴയ സ്വർണം വിൽക്കാനായി ഏറ്റവും ആളുകൾ കൂടുതൽ എത്തുന്നത്. എന്നാൽ സ്വർണ്ണവില കുറയുമ്പോഴും കയ്യിലുള്ള സ്വർണം വിറ്റാൽ നല്ലതായിരിക്കുമെന്ന് ചിന്തിക്കുന്നവർ സ്വർണം വിൽക്കാൻ എത്തുന്നുണ്ട്. അതേപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുകയും ആളുകളുടെ കയ്യിൽ പണം കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കയ്യിലുള്ള സ്വർണം വിൽക്കാൻ ആളുകൾ തയ്യാറാകും. വീടുപണി, വാഹനം വാങ്ങൽ, മക്കളുടെ പഠനം, മറ്റു ചിലവ്, വായ്പ തിരിച്ചടയ്ക്കൽ, ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ തുടങ്ങിയ ഒട്ടനവധി സാമ്പത്തിക ആവശ്യങ്ങൾക്കും പഴയ സ്വർണം വിറ്റ് കാശാക്കാനുള്ള ആളുകൾ ജ്വല്ലറിയിലേക്ക് ഓടുന്നത് പതിവ് കാഴ്ച തന്നെയാണ്. സ്വർണം വാങ്ങാൻ ചെല്ലുമ്പോൾ എല്ലാ ജ്വല്ലറികളിലും അന്നത്തെ സ്വർണ്ണവില കൃത്യമായി കാണാൻ പറ്റും. അതിനെപ്പറ്റി ആളുകൾക്ക് കൃത്യമായ ധാരണയും നൽകും. എന്നാൽ പഴയ സ്വർണം എത്ര രൂപയ്ക്ക് തിരിച്ചെടുക്കുമെന്ന കാര്യം ആരും അങ്ങനെ പ്രദർശിപ്പിക്കാറില്ല. അതിന്റെ പ്രധാന കാരണം ഓരോ ജ്വല്ലറിക്കാരും ഓരോ വിലയിലാണ് ഈ സ്വർണം തിരിച്ചെടുക്കുന്നത് എന്നതുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള തിരിച്ചെടുക്കലിലാണ് തട്ടിപ്പിന്റെ സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്നത്. പുതിയ സ്വർണം വാങ്ങുന്ന ഉപഭോക്താവിന് നിയമപരമായി തന്നെ ഒരുപാട് സംരക്ഷണങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ സ്വർണം വിൽക്കാൻ ചെല്ലുമ്പോൾ അത്തരം സംരക്ഷണങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. ജ്വല്ലറിക്കാർ തീരുമാനിക്കുന്നതാണ് പഴയ സ്വർണത്തിന്റെ വില. വിൽക്കാൻ ചെല്ലുന്നവർ ആ വിലയ്ക്ക് വിറ്റ് പണവുമായി മടങ്ങുന്ന കാഴ്ചയാണ് നാം കാണാറുള്ളത്. കടം വീട്ടാൻ ആഭരണങ്ങൾ വിൽക്കുന്നവർ ഇക്കാര്യം ഉറപ്പായും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ജ്വല്ലറിക്ക് സ്വർണം വിൽക്കുന്നതിനേക്കാൾ പലപ്പോഴും കൂടുതൽ ലാഭം കിട്ടുക പഴയ സ്വർണം തിരിച്ചെടുക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ മിക്ക ജ്വല്ലറിക്കാരും സ്വർണം തിരിച്ചെടുക്കുന്നതിന് താല്പര്യം കാണിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ വില കൂടി നിൽക്കുന്ന സാഹചര്യത്തിലും. പുതിയ സ്വർണം വിൽക്കാതെ പഴയ സ്വർണം മാത്രം വാങ്ങുന്ന ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളും നമുക്കിന്ന് കാണാൻ സാധിക്കും. അവർ സ്വർണ്ണക്കട എന്ന പേരിന് വേണ്ടി മാത്രം തൂക്കം കുറഞ്ഞ ആഭരണങ്ങൾ വിൽക്കാൻ വെക്കും. എന്നാൽ അതല്ല, മറിച്ച് പഴയ സ്വർണം വാങ്ങുന്നതിലാണ് അവരുടെ ലാഭം എന്ന് പറയുന്നത്. പുതിയ സ്വർണം വിൽക്കുമ്പോൾ പണിക്കൂലിയിലാണ് ജ്വല്ലറിക്കാർ ലാഭം കണ്ടെത്തുന്നത്. പഴയ സ്വർണം തിരിച്ചു വാങ്ങുമ്പോഴാകട്ടെ അതിന്റെ തൂക്കത്തിലും മാറ്റിലും മറ്റു വിവിധ കാരണങ്ങൾ പറഞ്ഞ് വില കുത്തനെ കുറയുന്ന സാഹചര്യമുണ്ട്. പണത്തിന് പെട്ടെന്ന് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ആവശ്യക്കാർ മറ്റൊന്നും ആലോചിക്കില്ല. സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതാണ് ISI ഹോൾമാർക്ക്. എന്നാൽ പരമ്പരാഗതമായി സൂക്ഷിച്ചിട്ടുള്ള സ്വർണത്തിനൊന്നും ഈ പരിശുദ്ധിയുടെ അടയാളമായ ഹോൾമാർക്ക് ഉണ്ടാകില്ല. അത്തരം സ്വർണമാണ് വിൽക്കാൻ പോകുന്നതെങ്കിൽ പിന്നെ പണിയാണ്. പക്ഷേ കോളടിക്കുന്നത് ജ്വല്ലറിക്കാർക്കാണ്. സ്വർണത്തിന് എത്ര പരിശുദ്ധിയുണ്ടെന്ന കാര്യം ജ്വല്ലറിക്കാർ തീരുമാനിക്കും. അതനുസരിച്ച് അവർ ഒരു വിലയിടും. വിൽക്കാൻ കൊണ്ടുവരുന്നവർക്ക് അതനുസരിച്ച് പണം വാങ്ങിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഇനി പഴയ സ്വർണം വിൽക്കാൻ ചെല്ലുമ്പോൾ തൂക്കത്തിൽ കുറവ് കാട്ടി ഉപഭോക്താവിനെ പറ്റിക്കുന്ന രീതിയും ഇന്നുണ്ട്. ബ്രാൻഡഡ് ജ്വല്ലറികളും മറ്റു വിശ്വസ്ത ജ്വല്ലറികളും ഇത് ചെയ്യാറില്ലെങ്കിലും തട്ടിപ്പ് നടത്തുന്നവർ സ്വർണ്ണ വ്യാപാര മേഖലയിൽ ഒരുപാടുണ്ട്. അവരുടെ വലയിൽ പെട്ടുപോകരുതെന്നാണ് പറയുന്നത്. തൂക്കുന്ന മെഷീനിൽ കൃത്രിമം കാണിച്ചോ അല്ലെങ്കിൽ സ്വർണം തൂക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അല്ലെങ്കിൽ ബൗളുകൾ ഓരോ അവസരത്തിലും മാറ്റിയും മറ്റും തൂക്കത്തിൽ കുറവ് വരുത്താൻ ഇത്തരം തട്ടിപ്പുകാർ ശ്രമിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. സ്വർണം വളരെ വിലപിടിപ്പുള്ള വസ്തുവായതിനാൽ തന്നെ തൂക്കത്തിൽ ചെറിയ ഒരു പോയിന്റിന്റെ വ്യത്യാസം വന്നാൽ പോലും വിൽക്കാനായി കൊണ്ടുപോകുന്ന ആളിന് വലിയ തുകയുടെ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വില കുത്തനെ കൂടുമെന്ന് തന്നെയാണ് വിപണി വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇപ്പോഴുള്ള വിലയ്ക്ക് സ്വർണം വിൽക്കണ്ട എന്നും ആളുകൾ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.